പറയുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഇയാള് ചോദിക്കണത് അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ വിവരം ഇല്ല ഉയരോ ഇല്ല അവരുടെ വിചാരം കളക്ടർ തന്നെ വലിയൊരാളാണെന്നാ. അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. അതിന്റെ നിങ്ങൾ ചോദിക്കുന്നത് പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോ അവരെ കാശും വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവര് പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? ആനയുടെ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. തട്ടേ കയറുമ്പോ നമ്മളെ ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കില്ല. കാശ് മേടിച്ചിട്ട് കാര്യം പറയും. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം. തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ, വീട്ടിൽ വരുന്നവരും അങ്ങനെ പെരുമാറണം. അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും മാർക്ക്. ഒരു വിധികർത്താവാണ് നിങ്ങളെന്ത് എനിക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണം ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി ഇടിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടാ? നിന്നെപ്പോലെ ഒരുത്തനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ. എല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ്. കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അന്നംകുട്ടി അല്ലടാ പൊന്നുങ്കട്ടെ, ഇവളെ കൊണ്ടല്ലടാ തൊഴിലേക്കേട്. അതിൽ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് അർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ? ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് കയ്യിന്ന് പോയി. ഇതാണ് ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചോണ്ട് ജീവിക്കുന്ന പരട്ട കിളവി, ചൊറിനായെ, മുതുമുതുക്കി ചിരിക്കുന്ന ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർ മനസ്സിലായ? അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എത്ര പ്രശ്നങ്ങൾ? വെറുപ്പുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നായി പറയുന്നത്? ഒരു അസ്വസ്ഥതയില്ല എന്റെ കൈരളി ചാനല്. അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കില്ല. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ.